Hi friends, welcome to my new YouTube channel Sims Nurses Corner. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി റീസെൻ്റ് ആയിട്ട് വരുന്നത് PSC എക്സാം ആയതുകൊണ്ട് PSC ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് പാർട്ട് വൈസാണ്. ഒരു പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എൻ്റെ റാഷണൽ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. First one, heartbeat is initiated by option A, AV node, option B, SA node, option C, Purkinje fibers, option C, bundle of His. അപ്പോൾ ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, SA നോഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം SA നോഡാണ് ഇനിഷ്യേഷൻ, പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. പേസ് മേക്കർ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്നത് SA നോഡാണ്. അപ്പോൾ ഇതിൻ്റെ ബീറ്റ്സ്, നോർമൽ ബീറ്റ് എന്ന് പറഞ്ഞാൽ 60 to 100 ആണ് ഇതിൻ്റെ നോർമൽ ബീറ്റ്സ് വരുന്നത്. 60 to 100. 60 ബിലോ ആണെങ്കിൽ ബ്രാഡിക്കാർഡിയ, 100 എബോവ് ആണെങ്കിൽ ടക്കിക്കാർഡിയാണ് അറിയപ്പെടുന്നത്. പിന്നെ AV നോഡിൻ്റെ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ 40 to 60 ആണ് വരുന്നത്. 40 to 60 ആണ് AV നോഡ്സിൻ്റെ നോർമൽ ബീറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ ജസ്റ്റ് ഞാനൊന്ന് പറയാം അതെങ്ങനെയാണെന്നുള്ളത്. ഇത് ഹാർട്ടാണെങ്കിൽ ഇത് ഏട്രിയത്തിൻ്റെ സെപ്റ്റം, ഇത് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം. ഇത് ഇപ്പോൾ ഇവിടെയാണ് SA നോഡ് വരുന്നത്, ഇവിടെയാണ് AV നോഡ് വരുന്നത്, ഇവിടെയാണ് ബണ്ടിൽ ഓഫ് ഹീസ്, പിന്നെ പർക്കിഞ്ചി ഫൈബേഴ്സ് രണ്ട് സൈഡിലേക്കും. ഇത് SA നോഡിൽ നിന്ന് നമ്മൾ ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് അത് AV നോഡിലേക്ക് എത്തും. അവിടെ നിന്ന് കണ്ടക്റ്റീവ് സിസ്റ്റം വഴി അത് ബണ്ടിൽ ഓഫ് ഹീസ്, പിന്നെ പർക്കിഞ്ചി ഫൈബേഴ്സ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഓപ്ഷൻ A, A ഗ്രൂപ്പ്, ഓപ്ഷൻ B, B ഗ്രൂപ്പ്, ഓപ്ഷൻ C, AB ഗ്രൂപ്പ്, ഓപ്ഷൻ D, O ഗ്രൂപ്പ്. ആൻസർ ഈസ് യൂണിവേഴ്സൽ ഡോണർ ഈസ് O ഗ്രൂപ്പ്. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ O നെഗറ്റീവ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് AB ഗ്രൂപ്പാണ്. അതായത് AB പോസിറ്റീവ് ഗ്രൂപ്പുകാരാണ് കേട്ടോ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An autoimmune disorder affecting neuromuscular junction leading paralysis. Option A, osteoporosis, option B, myasthenia gravis, option C, arthritis, option D, tetany. The answer is myasthenia gravis. ഇത് എന്ന് പറഞ്ഞാൽ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, അവരവരുടെ ആൻറ്റിബയോട്ടിക് ഇമ്മ്യൂണോഗ്ലോബുലിൻ തന്നെ ആൻറ്റിബോഡി ആക്ട് ചെയ്തിട്ട് നമ്മുടെ സെൽസിന് ഡിസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഇതിലെന്ന് വെച്ചാൽ മെയിനായിട്ടുണ്ടാകുന്ന അസറ്റൈൽ കോളിൻ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. എൻ്റെ സിനാപ്റ്റിക് ലെഫ്റ്റിൽ വരുമ്പോൾ അസറ്റൈൽ കോളിൻ ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. പാരാലിസിസ് ആണ് ഉണ്ടാകുന്നത്, ഫേഷ്യൽ പാരാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സജൈറ്റൽ സ്യൂച്ചർ ലൈസ് ബിറ്റ്വീൻ ഓപ്ഷൻ A, in between frontal bone, option B, in between parietal bone, option C, in between temporal and parietal bones, option D, in between parietal and occipital bones. We know sagittal suture. ഇതാണ് സ്യൂച്ചേഴ്സിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇത് ഫ്രോണ്ടൽ ബോൺ, ഇത് പറൈറ്റൽ ബോൺ, ഇത് ഓക്സിപിറ്റൽ ബോൺ, ഈ സൈഡിലായിട്ട് വരുന്നതാണ് ടെമ്പോറൽ ബോൺ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സജൈറ്റൽ സ്യൂച്ചേഴ്സ് ലൈസ് ബിറ്റ്വീൻ. ഈ സജൈറ്റൽ സ്യൂച്ചർ എവിടെയാണ്? ഓർത്തിരിക്കുക ഒരു മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു കൊറോണ സ്യൂച്ചർ, 4 സ്യൂച്ചേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് ഫ്രോണ്ടൽ സ്യൂച്ചർ, 2 കൊറോണ സ്യൂച്ചർ, പിന്നെ സജൈറ്റൽ സ്യൂച്ചർ, ദെൻ ലാംബോയിഡ് സ്യൂച്ചർ. ഇത് ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഫ്രോണ്ടൽ സ്യൂച്ചർ നമുക്കറിയാം ഫ്രണ്ടിൽ വരുന്നതാണ്. 2 ഫ്രോണ്ടൽ ബോണിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഫ്രോണ്ടൽ സ്യൂച്ചർ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൊറോണൽ സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കിരീടം ഓർക്കുക. കിരീടം നമ്മളെപ്പോഴും ചരിച്ചാണ് വയ്ക്കുന്നത്, തലയിലൊന്ന് ചരിച്ചിട്ടാണ് വയ്ക്കുന്നത്, നമ്മൾ ഈ ബോ വയ്ക്കുന്ന ടൈപ്പ്. അപ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ കൊറോണൽ സ്യൂച്ചർ എന്ന് പറയും. അപ്പോൾ 2 ഇതിനെക്കുറിച്ച്. പിന്നെ വരുന്നതാണ് സജൈറ്റൽ സ്യൂച്ചർ. ഈ ഒരു പാർട്ടിൽ വരുന്നതാണ് സജൈറ്റൽ സ്യൂച്ചർ, അതായത് 2 പറൈറ്റൽ ബോണിന് ഇടയ്ക്കുള്ളതാണ് സജൈറ്റൽ സ്യൂച്ചർ. ഇവിടെ വരുന്നതാണ് ലാംബോയിഡ് സ്യൂച്ചർ. ഇതെങ്ങനെ അധികം ചോദിക്കാറില്ല, സജൈറ്റൽ സ്യൂച്ചറാണ് എപ്പോഴും ചോദിക്കുന്നത്. സജൈറ്റൽ സ്യൂച്ചർ എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് വരുന്നതുകൊണ്ട് സജൈറ്റൽ സ്യൂച്ചർ ചോദിക്കും. അപ്പോൾ ഇത് ബാക്കി 2 ഓർത്ത് വെച്ചിരുന്നാൽ മതി, സജൈറ്റൽ സ്യൂച്ചർ എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഹൈറ്റ് ഓഫ് യൂട്രസ് ബിറ്റ്വീൻ അംബിലിക്കസ് ആൻഡ് സിംഫൈസസ് പ്യൂബിസ് ഈസ് അറ്റ്
ഹൈറ്റ് ഓഫ് യൂട്രസ് ബിറ്റ്വീൻ അംബിലിക്കസ് ആൻഡ് സിംഫൈസസ് പ്യൂബിസ്. ശ്രദ്ധിച്ചോളണം എവിടെയാണ് തന്നിരിക്കുന്നത്. അംബിലിക്കസ് സിംഫൈസസ് പ്യൂബിസ്. ബിലോ അംബിലിക്കസ് ആണ് സിംഫൈസസ് പ്യൂബിസും അംബിലിക്കസ് ആണ് ബിലോ അംബിലിക്കസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ 16th വീക്ക്, ഓപ്ഷൻ ബി 26th വീക്ക്, ഓപ്ഷൻ സി 28th വീക്ക്, ഓപ്ഷൻ ഡി 30th വീക്ക്. അപ്പോൾ നമുക്കറിയാം 6 month വരെ, അതായത് 24 weeks വരെ അംബിലിക്കസിന് താഴെയായിരിക്കും ഫണ്ടസൈറ്റ് വരുന്നത്. അപ്പം നമുക്കിതിന് ആൻസർ 24 weeksന് താഴെയുള്ളത് 16 weeks മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ആൻസർ. ഇതുണ്ടോ ഇതിൻ്റെ ഡയഗ്രാമാണ്. എവിടെ ഉണ്ടാവും ഈ ഫണ്ടസിൻ്റെ ഹൈറ്റ് ഏതുവരെ ഉണ്ടാകുന്നുണ്ട്. 20 above 26 ആകുമ്പോഴത്തേക്കാണ് നമുക്ക് 24 കഴിയുമ്പോൾ 24 weeks കഴിയുമ്പോൾ നമുക്ക് അംബിലിക്കസിന് മുകളിലായിട്ട് നമുക്കതിനെ പാൽപ്പറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 24 weeksന് താഴോട്ടുള്ള എല്ലാ ഹൈറ്റ് തന്നിരുന്നാൽ അത് ബിലോ അംബിലിക്കസ് ആണ്. അത് 24 weeksന് താഴെയുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈപറേറ്റൽ ഡയമീറ്റർ ഇൻ ഫീറ്റൽ സ്കൾ. ബൈപറേറ്റൽ ഡയമീറ്റർ ഇൻ ഫീറ്റൽ സ്കൾ എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 9 cm, ഓപ്ഷൻ ബി 9.5 cm, ഓപ്ഷൻ സി 8 cm, ഓപ്ഷൻ ഡി 8.5 cm. ഇത്രയാണ് ആൻസർ. 9.5 cm ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതിനകത്ത് 2 മെഷർമെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ബൈപറേറ്റൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 പറൈറ്റൽ ബോൺസിൻ്റെ മാക്സിമം ലെങ്ത് വരുന്ന സ്ഥലം അത് 9.5 cm ആണ്. കണ്ടോ, 9.5 cm ആണ് 2 പറൈറ്റൽ ബോണിൻ്റെ മാക്സിമം ലെങ്ത്. അതുപോലെ തന്നെ ബൈ ഫ്രോണ്ടൽ ടെമ്പറേച്ചറും ഉണ്ട്, ഡയമീറ്ററും ഉണ്ട്. അത് മാക്സിമം വരുന്ന 8 cm ആണ്. ഈ 2 മെഷർമെൻറ്റ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക, 9.5 8 cm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് എഫക്റ്റീവ് വേ ടു പ്രിവെൻറ്റ് ബെഡ് സോർ ഇൻ ബെഡ്രിഡൻ പേഷ്യൻറ്റ് ഈസ്. Most effective way to prevent bed sore in bedridden patient is option A daily bed bath, option B avoid moisture, option C secondary position changing, option D maintain good nutrition. Answer is we know option C secondary position changing. ഈ സെക്കൻഡറി പൊസിഷൻ ചേഞ്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബെഡ് സോറിന് നമുക്ക് വേറൊരു പേര് പറയും, പ്രഷർ സോർ. അതായത് പ്രഷർ കാരണം ഉണ്ടാകുന്ന ഒരു സോറാണ് ബെഡ് സോർ. അപ്പോൾ പ്രഷർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ബാക്കി എല്ലാം ഓൾ ദി എബോവ് ആണ് ഒരു ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾ ദി എബോവ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു 4 ഓപ്ഷൻ തന്നിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് സെക്കൻഡറി പൊസിഷൻ ചേഞ്ചിങ് ആണ്. അപ്പോൾ എല്ലാം ആവശ്യമുണ്ട്, പക്ഷേ സെക്കൻഡറി പൊസിഷൻ ചേഞ്ചിങ് ആണ് ഏറ്റവും എഫക്റ്റീവ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഡിഗ്രീസ് ഉണ്ട്, ബെഡ് സോറിൻ്റെ ഡിഗ്രീസ്. ഫസ്റ്റ് ഒരു റെഡ്നസ് മാത്രമേ ഉള്ളൂ, എപ്പിഡെർമിസിന് മാത്രമേ അഫക്റ്റ് ആയിട്ടുള്ള റെഡ്നസ് ഉണ്ടെങ്കിൽ സ്റ്റേജ് 1 ആണ്. ഇനി അതല്ല എപ്പിഡെർമിസും ഡെർമിസും കൂടെ സബ്ക്യൂട്ടേനിയസും കൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബ്ലിസ്റ്റേഴ്സൊക്കെ ഉണ്ടാകുന്ന സ്റ്റേജില്ലേ, അത് സ്റ്റേജ് 2 ആണ്. ഇനി മസിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മസിൽസ് ഡീപ്പ് ഇറങ്ങി മസിൽസ് കാണാൻ പറ്റുന്നൊരവസ്ഥയിലാണുള്ളതെങ്കിൽ അത് സ്റ്റേജ് 3 ആണ്. ഇനി 4th സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബോൺസ് മസിൽസും കഴിഞ്ഞ് ബോൺസ് വിസിബിൾ ആവുന്നൊരു ടൈമാണ് 4th സ്റ്റേജ്. ഇത് ചോദിക്കുന്നതാണ് സ്റ്റേജ് ബ്ലിസ്റ്റേഴ്സ് ഉള്ള സ്റ്റേജ് ഏത്, അല്ലെങ്കിൽ ബോൺ കാണാൻ പറ്റുന്ന സ്റ്റേജ് ഏത്, അങ്ങനെ സ്റ്റേജുകൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്കിറ്റോ കോസിങ് ജാപ്പനീസ് എൻസഫലൈറ്റിസ്. ജാപ്പനീസ് എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്ന മോസ്കിറ്റോ ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ ക്യൂലെക്സ് മോസ്കിറ്റോ, ഓപ്ഷൻ ബി അനോഫിലസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്റ്റി, ഓപ്ഷൻ ഡി ഈഡിസ് ആൽബോപിക്ടസ്. പിന്നെ ആൻസർ എന്താണ്? ക്യൂലെക്സ് മോസ്കിറ്റോ. ഓപ്ഷൻ എ ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. അപ്പോൾ ഇതിനെ കുറച്ച് ഇത് പറഞ്ഞുതരാം, ഈസി മെത്തേഡ്, ഓർത്തിരിക്കാനുള്ള ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ഇതിന് ഈ ക്യൂലെക്സ് മോസ്കിറ്റോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഡേർട്ടി വാട്ടറിൽ മുട്ടയിടുന്ന മോസ്കിറ്റോ ആണ് കേട്ടോ ക്യൂലെക്സ് മോസ്കിറ്റോ എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഡേർട്ടി വാട്ടറിൽ ബ്രീഡ് ചെയ്യുന്ന മോസ്കിറ്റോ ഏതാണെന്നുള്ളത് ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് കേട്ടോ. ദെൻ അടുത്തതെന്ന് വെച്ചാൽ ഈ ഓർത്തിരിക്കാനുള്ളത് പറഞ്ഞുതരാം. ക്യൂലെക്സ് മോസ്കിറ്റോ ജാപ്പനീസ് എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂജ എന്ന് ഓർത്തിരിക്കുക, ക്യൂലെക്സിൻ്റെത് ജാപ്പനീസ് എൻസഫലൈറ്റിസ് കൂജ. ഇനി അതുപോലെ തന്നെ അനോഫിലസ് മോസ്കിറ്റോ ഏതാണ് ഉണ്ടാക്കുന്നത്? മലേറിയ. അപ്പോൾ അനോമ എന്ന് ഓർത്തിരിക്കുക, അനോമ. അനോഫിലസ് മോസ്കിറ്റോ മലേറിയ, അനോമ. പിന്നെ അകത്ത് ഈഡിസ് ഈജിപ്റ്റി ഏതാണ് ഉണ്ടാക്കുന്നത്? ഡെങ്കു. ഇ ഡി എന്ന് ഓർത്ത് വയ്ക്കുക, ഇ ഡി, ഈഡിസ് ഈജിപ്റ്റി, ഡെങ്കു. ഓക്കെ, കൂജ, അനോമ, ഇ ഡി.
ഒരിക്കലും മറക്കത്തില്ല ഇങ്ങനെയൊന്ന് ഓർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കൂജ, അനോമ, ഡെങ്കു ഇതൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ പോയിൻറ്റ്സ് അതിനകത്ത് എഴുതിയിടണം. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂജ, അനോമ, ഇഡി. ഡർട്ടി വാട്ടറിൽ, പൊല്യൂട്ടഡ് വാട്ടറിൽ ബ്രീഡ് ചെയ്യുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് എക്സ്ക്ലൂഡ്സ്. എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് എക്സ്ക്ലൂഡ്സ് ആണ്. എക്സ്ക്ലൂഡ്സ് അത് എപ്പോഴും ശ്രദ്ധിച്ചു. എക്സ്ക്ലൂഡ്സ് ഇൻക്ലൂഡ്സ് എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. ഓപ്ഷൻ എ ഹോസ്റ്റ്, ഓപ്ഷൻ ബി ഏജൻറ്റ്, ഓപ്ഷൻ സി എൻഡോമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഹെൽത്ത്. ഇതാണ് എൻ്റെ ആൻസർ, ഹെൽത്ത്. നമുക്കറിയാം എപ്പിഡമിയോളജിക്കൽ ട്രയാഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വേണ്ടേ ഇങ്ങനെയാണ്: ഏജൻറ്റ്, ഹോസ്റ്റ്, എൻവയോൺമെൻറ്റ്. ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കാസിങ് ഓർഗാനിസം. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഏജൻറ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന ഏരിയ. ഇവർ രണ്ടുപേരും കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ടാപ്പിംഗ് ഓവർ ദി ഫേഷ്യൽ നെർവ് കോസസ് ട്വിച്ചിങ് ഓഫ് ദി ഫേഷ്യൽ മസിൽ ഈസ് നോൺ ആസ്. Tapping over the facial nerve causing twitching of the facial muscles is known as. Option A Shostak sign, option B Trousers sign, option C Trousers sign, option D Hamann sign. Answer is Shostak sign. Okay. എന്തുകൊണ്ടാണ് കാര്യം? ഹൈപ്പോ കാൽഷ്യമി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ടിച്ചിങ് ഉണ്ടാകുന്നത് കേട്ടോ. കാൽഷ്യം ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ടിച്ചിങ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അതേ ഒരു ഹൈപ്പർ കാൽസ്യമിൽ അടുത്തൊരു സിംറ്റമാണ് ട്രോസിയസ് സൈൻ എന്ന് പറയുന്നത്. ട്രോസിയസ് സൈൻ എന്ന് വെച്ചാൽ നമ്മൾ ബി പി കഫ് എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് കാർപ്പൽ സ്പാസം ഉണ്ടാകുന്നു, കൈ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ ഒരു ഇതാണ് ട്രോസിയസ് സൈൻ എന്ന് പറയുന്നത്. ഹൊമാൻ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാഫ് മസിൽ, ഡീപ്പ് കാഫ് മസിലിൽ പ്രഷർ കൊടുത്ത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ പെയിൻ ഉണ്ടോ എന്ന് നോക്കുന്നത് ഫുട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്. അത് DVT ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹൊമാൻ സൈൻ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ ഇതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക.